ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു കിച്ചൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വീടിൻ്റെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് നമ്മുടെ പ്ലഗ് സ്വിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കിച്ചണും അതിനോട് അറ്റാച്ച് ചെയ്ത് വർക്ക് ഏരിയയും കൂടി വരുന്നതാണ്. ഇതാണ് നമ്മൾ കിച്ചൺ, ചെറിയൊരു കിച്ചണാണ്, എന്നാൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ സ്ലാബ് ചെയ്തിരിക്കുന്നത് 85-90 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജ് കിട്ടുന്ന രീതിയിലാണ് സ്ലാബ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സിങ്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഹൈറ്റിൽ വരുന്ന സ്ലാബ് ചെയ്തിരിക്കും. ഇത് നമ്മുടെ വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നമ്മൾ ഇതുപോലെ തന്നെ സിങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സാധാരണ നോർമൽ കിച്ചണിലും സിങ്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിമ്മിണിയാണ് കിടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡ്, അതായത് നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുന്ന സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡിയുള്ള സ്വിച്ച് ബോർഡിന് വേണ്ടിയിട്ടാണ് വെട്ടി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ്. 130 സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, സ്ലാബിനോട് ചേർന്ന് കണ്ടോ, അവിടെ നമ്മളൊരു 8 മോഡുകളുടെ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ 2 പ്ലഗും 2 സോക്കറ്റുമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് 2 എക്സ്ട്രാ ഒരു പ്ലഗ് ചിമ്മിണിക്ക് വേണ്ടിയിട്ട് 2 സ്വിച്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ നേരെ നമ്മൾ പൈപ്പ് വെട്ടി 2 ഇഞ്ച് പൈപ്പ്, അതായത് 25 mm പൈപ്പ് കൊണ്ടുപോയിട്ട് നമ്മളിവിടെ ഒരു 4 വെക്കുന്നുണ്ട്. അവിടെ ഒരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. അതിൽ നിന്ന് വീണ്ടും ഒരു 3 പൈപ്പായിട്ടാണ് വരുന്നത്. ഒന്ന് നമ്മുടെ പുറത്തെ ലൈറ്റ് പോകുന്നു, ഒന്ന് നേരെ നമ്മുടെ വർക്ക് ഏരിയയിലേക്കുള്ള 1 ഇഞ്ച് പൈപ്പ് നേരെ 25 mm പുറത്തേക്ക് പോകുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഓപ്ഷനും കിച്ചണിൽ തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സൈഡിലേക്ക് ആയതുകൊണ്ട് സൈഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സെയിം ലെവലിൽ തന്നെ ഒരു 1 ഇഞ്ച് പൈപ്പ് കൂടി നമ്മൾ ആ 4 ബോക്സിൽ നിന്ന് ലൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷന് വേണ്ടി കൊടുക്കുന്നത്. അതായത് മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത് സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോട്ടറിൻ്റെ DP സ്വിച്ച് കൊടുക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു പ്ലഗും സ്വിച്ചും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മിക്സിയോ അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോട് അറ്റാച്ച് ചെയ്ത് ഒരു പ്ലഗ് സോക്കറ്റും അത് DP സ്വിച്ച് കൂടി കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന ലൈറ്റ് പോയിന്റുകളാണ്. 2 ലൈറ്റ് പോയിൻ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് മുകളിലായിട്ട് നമ്മൾ ട്യൂബ് ലൈറ്റിന് വേണ്ടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സിങ്കിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ എക്സോസ്റ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് മസ്റ്റ് ആയിരിക്കണം നമ്മുടെ കിച്ചണിൽ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് അതുപോലെ തന്നെ ചൂട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതിന് എക്സോസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പൈപ്പ് നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിൽ നമ്മുടെ വെട്ടി ക്ലിയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കട്ടറിന് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതായത് 1 ഇഞ്ച് പൈപ്പ് നേരെ കൊണ്ടുവന്ന് പോകുന്ന ലൈനിൽ ലൈറ്റ് ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ 4 PVC ബോക്സ് വെച്ചു. അതിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ഫാൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ അതിലേക്ക് പിടിച്ചു. അതിനുശേഷം നമ്മളിവിടെ ഒരു 8 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡുകളുടെ ബോക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നേരെ പുറത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിങ്ക് വരുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ, വർക്ക് ഏരിയയിൽ തൊട്ടടുത്ത് തന്നെ. സിങ്കിനോട് തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ്, അതായത് പുകയില്ലാത്ത അടുപ്പിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ എൻട്രൻസിൽ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വെക്കുന്നത്. സ്ലാബിൻ്റെ അവിടെ വരുന്ന സമയത്ത് നമ്മൾ സ്ലാബിൽ നിന്നും ഒരു അടി, അതായത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അവിടുത്തെ സ്വിച്ച് ബോർഡുകളെല്ലാം കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ടൈൽ ഒട്ടിക്കുന്നതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് സ്ലാബിൽ നിന്നും 30 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കൊടുക്കുന്നത്. ഇനി സ്ലാബ് നമ്മൾ കൊടുത്തിട്ടില്ല, പിന്നീടാണ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 90 സെൻറ്റിമീറ്റർ നമുക്ക് സ്ലാബ് വരും. അതിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 120 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ പറയുന്ന കിച്ചണിൻ്റെ ഏരിയയിലുള്ള സ്വിച്ച് ബോർഡുകൾ കൊടുക്കേണ്ടത്. അത് മെയിൻ സ്വിച്ച് ബോർഡ് നമ്മൾ 130-ലും ബാക്കിയുള്ള സ്വിച്ച് ബോർഡ് 120 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം കിച്ചണിൽ കൊടുക്കുന്ന സ്വിച്ച് ബോർഡുകൾ എവിടെയാണെന്നും ഏകദേശം എത്ര ഹൈറ്റിലാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time.